السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോടുള്ള തൻ്റെ പ്രാർത്ഥന ഓരോ പ്രാവശ്യവും ഞങ്ങളുടെ റബ്ബെ, ഞങ്ങളുടെ നാഥ എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉള്ള ആ പ്രാർത്ഥന ഈ ആയത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ മാതാവിനെ പറ്റി നമുക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ബഹുദൈവാരാധകനും അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ തൗഹീദിൽ വിശ്വസിക്കാത്തവനുമായിരുന്നു. ആ സ്ഥിതിക്ക് അദ്ദേഹം മുശ്രിക്കായ പിതാവിന് വേണ്ടി പാപമോചനം തേടിയുള്ള കാരണം മുമ്പ് പിതാവിനോട് അദ്ദേഹം ചെയ്തിരുന്ന ഒരു വാഗ്ദത്തം അനുസരിച്ചായിരുന്നു. പിതാവ് അള്ളാഹുവിൻ്റെ ശത്രുവാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പിതാവിൽ നിന്ന് ഒഴിഞ്ഞുമാറി എന്നുള്ളതാണ്. അതായത് മരിച്ചുപോയ മുശ്രിക്കുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കാഫറുകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കരുത്. അതോടൊപ്പം പ്രാർത്ഥനകളിൽ ആദ്യം സ്വന്തം ദേഹത്തിൻ്റെയും പിന്നീട് അവനുമായി കൂടുതൽ ബന്ധപ്പെട്ടവരുടെയും അതിനുശേഷം പൊതുവിൽ മറ്റുള്ളവരുടെയും കാര്യം എടുത്തു പറയുന്നതാണ് മര്യാദ. രണ്ടാമത്, സ്വന്തം നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത് പതിവാക്കരുത്. കുടുംബത്തിൻ്റെ നന്മക്കും മറ്റ് വിശ്വാസികളുടെ നന്മക്കും പ്രാർത്ഥിക്കേണ്ടതാണ്. മൂന്നാമത്, പ്രാർത്ഥനയിൽ മുൻഗണന നൽകേണ്ടത് ശിർക്ക്, കുഫ്ർ, ബഹുദൈവത്വം, സത്യനിഷേധം, നന്ദികേട് മുതലായ മഹാപാപങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയും നമസ്കാരം പോലെയുള്ള പ്രധാന കടമകൾ പാലിക്കുവാനുള്ള തൗഫീഖിനും വേണ്ടിയും ആയിരിക്കണം. അതോടൊപ്പം തന്നെ അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും എന്ന നിലക്ക് ഐഹികമായ നന്മകൾക്കും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നാലാമത്തത്, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധങ്ങളും നിയമ നടപടികൾക്കും എതിരായ ആവശ്യങ്ങളൊന്നും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തരുത്. മനുഷ്യവർഗം മുഴുവനും സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയില്ലെന്നും അവരിൽ സന്മാർഗികളും ദുർമാർഗികളും ഉണ്ടായിരിക്കുമെന്നുമുള്ള അള്ളാഹുവിൻ്റെ അറിവിലും മുൻ നിശ്ചയങ്ങളിലും പെട്ടതാണ് അത്. നേരെ മറിച്ച് ആഹാരം പോലെയുള്ള ജീവിത ആവശ്യങ്ങൾക്കാകട്ടെ നല്ലവരെന്നോ ചീത്തവരെന്നോ വ്യത്യാസമില്ലാതെ പൊതുവിൽ എല്ലാവർക്കും നൽകുമെന്നും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. അഞ്ചാമത്തത്, പ്രാർത്ഥിക്കുന്നവന് അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് പ്രാർത്ഥനാവേളയിൽ നന്ദി പ്രകടമാക്കുന്നതും അവൻ്റെ ഔദാര്യ ഗുണങ്ങളിൽ അവനെ പുകഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന വാക്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.